സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് ഇവിടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 500 രൂപ നോട്ടിൽ കാണുന്ന ഫോട്ടോയില്ലേ, അത് ചെങ്കോട്ടയുടെ ഈ ഭാഗമാണ്. ഇതിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ചട്ടച്ചോക്ക് അഥവാ മീനാ ബസാർ എന്ന സുന്ദരമായൊരു ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പുത്രിമാർക്കും മറ്റു സ്ത്രീകൾക്കും സാധനങ്ങളും മറ്റും വാങ്ങാനുള്ള ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഇത്. ഇവിടെ കച്ചവടം നടത്തുന്നതും വാങ്ങുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു കേട്ടോ. പുരുഷന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇവിടെ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് വസ്ത്രങ്ങളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ. ഇതിലൂടെ നമ്മൾ മറുവശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നൗബത് ഖാന, അതായത് വാദ്യോപകരണങ്ങളോട് കൂടി പ്രോഗ്രാമുകളൊക്കെ നടന്നിരുന്നു. പിന്നെ ദിവാൻ ഇ ആം, പ്രജകൾക്ക് തങ്ങളുടെ പരാതികൾ നേരിട്ട് ഷാജഹാനോട് പറയാനുള്ള സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിവാനി ഖാസ് ഉണ്ടായിരുന്നു. രാജാവ് തന്റെ മന്ത്രിമാരും VIP അതിഥികളൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ മോത്തി മസ്ജിദും ഉണ്ട്. വൈറ്റ് മാർബിളിലാണ് കേട്ടോ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും കയറിപ്പോയപ്പോഴുള്ള റെഡ് ഫോർട്ട് അല്ല, ലൈറ്റുകളാൽ അലങ്കരിച്ച് എന്തൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ വന്നപ്പോൾ നമുക്ക് ഫ്ലാഗ് കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും ഫ്ലാഗ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഈ പറഞ്ഞ പോലെ വൈറ്റ് മാർബിളിലോ അല്ലെങ്കിൽ ചുവന്ന മണൽക്കല്ലിലോ ആയിരിക്കും. ഹിന്ദു ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ ഒരു പ്രൗഢി ഈ ചെങ്കോട്ടയിൽ കാണാൻ സാധിച്ചു കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിലകൊള്ളുന്ന ചെങ്കോട്ട ഒരിക്കൽ തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപമായിരുന്നു ഒരു കാർ സ്ഫോടനം. അന്ന് ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഈ പരിസരത്ത് നിന്ന് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലേക്ക് എത്തിയിരുന്നത്.